മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ തിരിച്ചടിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിൽ ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അമേരിക്കയെ കൂടാതെ ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾക്കായി യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും തയ്യാറെടുക്കുകയാണ്. വിശദാംശങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, കഴിഞ്ഞ ദിവസമാണ് UK വിദേശകാര്യ സെക്രട്ടറി ലോർഡ് കാമറൂണിനോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേലിന്റെ തീരുമാനങ്ങൾ ഇസ്രയേലിന്റേത് മാത്രമാണ്, അതിൽ മറ്റാർക്കും സ്വാധീനമില്ല എന്ന് പറയുന്നത്. ഒരു വശത്ത് മറ്റാരും തങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുമ്പോഴും മറ്റു രാജ്യങ്ങൾ ഇറാനെതിരെ കൈകോർക്കുന്ന ഒരു കാഴ്ചയിലേക്കല്ലേ പോകുന്നത്? ഗുഡ് മോർണിംഗ് കൃഷ്ണ പറഞ്ഞതുപോലെ ഈ UK ഫോറിൻ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ, അതുപോലെ ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലേന ബൾബോക്കും ഒക്കെ ഇസ്രായേലെത്തി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഒരു തിരിച്ചടിക്കൊന്ന് ശ്രമിക്കരുതെന്ന് നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാലും ഇറാന്റെ വ്യോമാക്രമണത്തിനുള്ള ഒരു മറുപടി, ആ ഒരു തീരുമാനമൊക്കെ ഇസ്രായേലിന്റെ മാത്രമായിരിക്കുമെന്നാണ് ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷവും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു കണക്കൂട്ടലാണ് മറ്റു രാജ്യങ്ങളൊക്കെ. അതായത് ആക്രമണത്തിനായി വ്യോമസേന സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇറാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ചെങ്കടലിലൂടെ ഇറാന്റെ ചരക്ക് കപ്പലുകൾ ധാരാളമായി സഞ്ചരിക്കുന്നുണ്ട്. അവയ്ക്കൊക്കെ അവരുടെ നാവികസേനയുടെ എസ്കോർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ സിറിയയിൽ ഏറ്റവും കൂടുതലുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഒഴിപ്പിച്ചും തുടങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും അവരുടെ പ്രധാന ഉദ്യോഗസ്ഥരെയും ആൾക്കാരെയും ഒക്കെ സിറിയയിൽ നിന്ന് മാറ്റിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇറാനെ എങ്ങനെയെങ്കിലുമൊക്കെ തണുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്ക ഈ ഉപരോധങ്ങളുമായിട്ട് ഇപ്പം തിടുക്കപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇറാനെതിരെ. അമേരിക്കയോടൊപ്പം യൂറോപ്യൻ യൂണിയനും അതുപോലെ G7 രാജ്യങ്ങളും ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റിന. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകി.